നമസ്കാരം. സ്പിരിച്വൽ ഗുരുവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നിങ്ങൾക്കുള്ള പ്രപഞ്ചശക്തിയുടെ സന്ദേശം എന്താണെന്നറിയാനായിട്ട് ഈ ഒരു വീഡിയോ പൂർണ്ണമായിട്ടും കാണാനായിട്ട് ശ്രമിക്കുക. അതേപോലെ തന്നെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. നിങ്ങളുമായിട്ടും നിങ്ങളുടെ ജീവിത സാഹചര്യങ്ങളുമായിട്ടൊക്കെ നിങ്ങൾക്ക് പോസിറ്റീവായിട്ട് തോന്നുന്ന കാര്യങ്ങളെ മാത്രം ഇതിൽ നിന്നും എടുക്കാനായിട്ട് ശ്രമിക്കുക. അല്ലാത്ത കാര്യങ്ങൾ വിട്ടുകളയുക. അപ്പോൾ നിങ്ങൾക്കുള്ള ഇന്നത്തെ സന്ദേശം എന്താണെന്ന് നോക്കാം. അപ്പോൾ ഇവിടെ ഇനി മുന്നോട്ടുള്ള നിങ്ങളുടെ ആ ഒരു ജീവിതത്തിൽ, ആ ഒരു ജീവിതയാത്രയിൽ വലിയ വിജയങ്ങളാണ് നിങ്ങളെ കാത്തിരിക്കുന്നത് എന്നുള്ള സന്ദേശം ഭഗവാൻ നൽകുന്നുണ്ട്. അതേപോലെ തന്നെ സൗഭാഗ്യങ്ങൾ, അനുഗ്രഹങ്ങൾ, അപ്രതീക്ഷിതമായിട്ടുള്ള സന്തോഷങ്ങൾ ഇവയൊക്കെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് എത്തിച്ചേരുന്നുണ്ട്. നിങ്ങൾക്കിപ്പോഴുള്ളത് എല്ലാം കൊണ്ടും നിങ്ങൾക്ക് അനുകൂലമായിട്ട് നിൽക്കുന്ന ഒരു സമയമാണെന്നാണ് കാണുന്നത്. ഈ ഒരു സമയം നിങ്ങൾ നിങ്ങളുടെ ആഗ്രഹ സബലീകരണത്തിനൊക്കെ വേണ്ടി പരിശ്രമിച്ചാൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ആഗ്രഹങ്ങൾ വളരെ വേഗത്തിൽ അതിൻ്റെ ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരുന്നതാണ്. അതുപോലെ തന്നെ ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് വരാൻ ഈ ഒരു സമയം നിങ്ങൾ ആഗ്രഹിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ഒരുപക്ഷെ നിങ്ങളുടെ ജീവിതത്തിലെ പല വിധത്തിലുള്ള പ്രശ്നങ്ങൾ മൂലം ആകെ മനസ്സ് മടുത്തിരിക്കുന്ന ഒരു അവസ്ഥ, ഒരു സാഹചര്യം നിങ്ങളിൽ പലർക്കും ഉണ്ടായിരിക്കാം. അപ്പോൾ നിങ്ങളുടെ സങ്കടങ്ങളിൽ ഒറ്റപ്പെട്ടിരിക്കാനായിരുന്നു, തനിച്ചിരിക്കാനായിരുന്നു നിങ്ങൾ ഇതുവരെയും ആഗ്രഹിച്ചിരുന്നത്. അത്തരം ആളുകളുടെ ഒരു എനർജിയാണ് ഇവിടെ കാണുന്നത്. നിങ്ങളുടെ ജീവിതം മൊത്തത്തിലിപ്പോൾ ഒരു ഇരുട്ട് പടർന്നിരിക്കുന്ന ഒരു സാഹചര്യമാണ് കാണുന്നത്. എന്നാൽ നിങ്ങളിലേക്കൊരു പോസിറ്റീവ് ഊർജം കടന്നു വരാൻ പോവുകയാണ്. എപ്പോഴും സങ്കടപ്പെട്ടിരിക്കുന്ന, എപ്പോഴും ഒറ്റപ്പെട്ടിരിക്കുന്ന ആ ഒരു അവസ്ഥയിൽ നിന്നും പുറത്തേക്ക് വരണം. തളർന്നിരിക്കുന്ന അവസ്ഥയിൽ നിന്നും പുറത്തേക്ക് വന്ന് കുറച്ചൊന്ന് ആക്റ്റീവ് ആകണമെന്ന ഒരു ചിന്ത നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നുണ്ട്. അതായത് ഇതുവരെ നിങ്ങളുടെ മനസ്സിലുണ്ടായിരുന്ന ആ ഒരു ഇരുട്ടിലേക്ക് ഒരു വെളിച്ചം വന്നു ചേരാൻ നിങ്ങൾ ഈ ഒരു സമയം ആഗ്രഹിക്കുന്നതായിട്ടാണ് കാണുന്നത്. നിങ്ങളുടെ മാനസികാവസ്ഥയിൽ കുറച്ചൊരു മാറ്റം വന്നു ചേരണം എന്ന ഒരു ചിന്ത നിങ്ങൾക്ക് തന്നെ ഉണ്ടാവുന്നതാണ്. നിങ്ങളുടെ മനസ്സ് സന്തോഷത്തോടെ വയ്ക്കാനായിട്ട് നിങ്ങൾ ശ്രമിച്ചാൽ തന്നെ ജീവിതത്തിനൊരു ഉണർവും ഉന്മേഷവും ഒക്കെ കിട്ടുന്നതാണ്. അപ്പോൾ ജീവിതത്തിനൊരു വെളിച്ചം കൊടുക്കാനായിട്ട് നിങ്ങൾ ശ്രമിക്കുന്നു എന്നുള്ളതാണ് കാണുന്നത്. കൂടാതെ നിങ്ങളുടെ പാസ്റ്റ് ലൈഫിൽ നിങ്ങൾ വളരെയധികം ആഗ്രഹിച്ച ചില കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വീണ്ടും കടന്നു വരുന്നതായിട്ട് കാണുന്നുണ്ട്. പലതിൻ്റെയും തുടക്കങ്ങളാണ് കാണാൻ കഴിയുന്നത്. മറ്റുള്ളവരുടെ പ്രേരണ മൂലം നിങ്ങൾക്ക് അവസാനിപ്പിക്കേണ്ടി വന്ന പല കാര്യങ്ങളും, അതേപോലെ തന്നെ പ്രതികൂല സാഹചര്യങ്ങൾ മൂലം നിങ്ങൾ സ്വയം അവസാനിപ്പിച്ച പല കാര്യങ്ങളും അവസാനിപ്പിച്ചെടുത്തു നിന്ന് വീണ്ടും നിങ്ങൾക്ക് തുടങ്ങാൻ സാധിക്കുമെന്നുള്ളതാണ് കാണുന്നത്. അതായത് സാഹചര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായിട്ട് വന്നെത്തുന്നുണ്ട്. കൂടാതെ മുമ്പ് പറഞ്ഞതുപോലെ നിങ്ങൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നതും പ്രതീക്ഷിക്കുന്നതുമായ ഒരു കാര്യം നടക്കാൻ പോകുന്നു എന്നുള്ളതാണ് കാണുന്നത്. ആ ഒരു കാര്യം നിങ്ങൾക്ക് സാധ്യമായാൽ അത് നിങ്ങൾക്ക് വളരെയധികം സന്തോഷവും സമാധാനവും നൽകുന്നതാണ്. അപ്പോൾ അപ്രതീക്ഷിതമായിട്ടുള്ള മാറ്റങ്ങൾ, സന്തോഷങ്ങൾ നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നുണ്ട്. അത് തീർച്ചയായിട്ടും നിങ്ങളുടെ ആഗ്രഹങ്ങൾ സഫലമാകുന്നതിലുള്ള ആ ഒരു സന്തോഷമായിരിക്കാം. അതുപോലെ തന്നെ വലിയൊരു പ്രശ്നത്തിൽ നിന്ന് അല്ലെങ്കിൽ വലിയൊരു അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ട് വന്ന, കരകയറി വന്ന ആളുകളുടെ ഒരു എനർജി ഇവിടെ കാണുന്നുണ്ട്. നിങ്ങളുടെ ജീവിതത്തിൽ എല്ലാ രീതിയിലും പ്രതികൂലമായിട്ട് നിന്ന ഒരു സാഹചര്യം നിങ്ങൾക്ക് ഉണ്ടായിരുന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ അതിനെയൊക്കെ അതിജീവിച്ച് മുന്നോട്ട് വന്നിട്ടുള്ള ആളുകളാണ് നിങ്ങളിൽ പലരും. അതേപോലെ തന്നെ നിങ്ങളിൽ പല ആളുകളും പുതിയൊരു വഴിയിൽ കൂടി സഞ്ചരിക്കാനുള്ള ശ്രമത്തിലാണ് ഇപ്പോഴുള്ളത് എന്ന് കാണുന്നുണ്ട്. അതൊരു പക്ഷേ നിങ്ങളുടെ ജീവിത രീതിയിൽ, അതുപോലെ തന്നെ നിങ്ങളുടെ സ്വഭാവത്തിൽ, പെരുമാറ്റത്തിലൊക്കെ മാറ്റങ്ങൾ വരുത്തുന്നതിലാവാം. അതേപോലെ തന്നെ പുതിയ ബിസിനസ്സുകൾ തുടങ്ങുന്ന കാര്യത്തിലാവാം. അത്തരത്തിൽ നിങ്ങളിലും നിങ്ങളുടെ ജീവിത രീതിയിലും
ചില മാറ്റങ്ങൾ വരുത്തേണ്ടത് അനിവാര്യമാണ് എന്നുള്ള ഒരു ചിന്ത നിങ്ങളിൽ പലരിലും വന്ന് തുടങ്ങിക്കഴിഞ്ഞു. അപ്പോൾ അതിനുവേണ്ടിയുള്ള ഒരു തയ്യാറെടുപ്പിലാണ് നിങ്ങളിൽ പലരും ഇപ്പോഴുള്ളത് എന്നാണ് കാണുന്നത്. അതേപോലെ തന്നെ നിങ്ങൾ മൂലമോ അല്ലെങ്കിൽ മറ്റുള്ളവർ മൂലമോ ചില സാമ്പത്തിക നഷ്ടങ്ങൾ വന്ന് ചേർന്നിട്ടുള്ള ആളുകളാണ് നിങ്ങളിൽ പലരും എന്ന് കാണുന്നുണ്ട്. അപ്പോൾ അത്തരം സാമ്പത്തിക നഷ്ടങ്ങൾ നികത്തുന്നതിനുള്ള ചില പദ്ധതികൾക്ക് നിങ്ങൾ തുടക്കം കുറിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. നിങ്ങളുടെ ഉള്ളിലുള്ള പല പദ്ധതികൾക്കും മാനസികമായിട്ടുള്ള ഒരു പിന്തുണ പലരിൽ നിന്നും നിങ്ങൾക്ക് കിട്ടുന്നതാണ്. അതേപോലെ തന്നെ പ്രപഞ്ചശക്തിയുടെ ഒരു സഹായം നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്. നിങ്ങളിൽ നിന്നും അകന്നു നിൽക്കുന്ന ചില ബന്ധങ്ങളെ വീണ്ടും നിങ്ങളിലേക്ക് ചേർത്ത് നിർത്താനുള്ള അവസരങ്ങൾ വന്നെത്തുന്ന ഒരു സാഹചര്യം കാണുന്നുണ്ട്. ഇപ്പോൾ നിങ്ങൾ ഒരുപാട് സ്നേഹിക്കുന്ന ആളുകൾ വളരെ കാലമായിട്ട് നിങ്ങളിൽ നിന്നും അകന്നു നിൽക്കുന്ന ഒരു സാഹചര്യം ഒക്കെ നിങ്ങൾക്കുണ്ടെങ്കിൽ അവരുമായിട്ട് വീണ്ടും ഒന്നിക്കാനുള്ള ചില അവസരങ്ങൾ യൂണിവേഴ്സ് നിങ്ങൾക്ക് മുന്നിലേക്ക് എത്തിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. പല കാര്യങ്ങളിലും ഒരു വ്യക്തത നിങ്ങൾക്ക് ഉണ്ടാകുന്നുണ്ട്. നിങ്ങളറിയാത്ത പല കാര്യങ്ങളുടെയും സത്യാവസ്ഥ പ്രപഞ്ചശക്തി നിങ്ങൾക്ക് മനസ്സിലാക്കി തരുന്നുണ്ട്. അതേപോലെ തന്നെ പുതിയ ബന്ധങ്ങൾ നിങ്ങൾക്കുണ്ടാവുന്നുണ്ട്. നിങ്ങളുടെ മനസ്സിന് സമാധാനവും സന്തോഷവും നൽകുന്ന, നിങ്ങളെ എപ്പോഴും പോസിറ്റീവായിട്ട് വയ്ക്കാൻ സഹായിക്കുന്ന പുതിയ ബന്ധങ്ങൾ നിങ്ങളിലേക്ക് എത്തുന്ന ഒരു സാഹചര്യം കാണുന്നുണ്ട്. നിങ്ങളുടെ കർമ്മഫലം നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നതിനുള്ള ഒരു സമയം ആയിരിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. കൂടാതെ ധാരാളം ആഘോഷങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്നുണ്ട്. നിങ്ങളുടെ മനസ്സിന് സന്തോഷവും സമാധാനവും ഒക്കെ നൽകുന്ന തരത്തിലുള്ള വ്യക്തികൾ, സാഹചര്യങ്ങളൊക്കെ നിങ്ങൾക്കുണ്ടാവുന്നതായിട്ട് കാണുന്നുണ്ട്. കൂടാതെ നിങ്ങൾ ചെയ്യുന്ന ഏതൊരു കാര്യത്തിലും തടസ്സങ്ങൾ, നിരാശ ഒന്നും പ്രതീക്ഷിച്ച രീതിയിലേക്ക് എത്തിച്ചേരാതെ വരിക, അങ്ങനെയുള്ള സാഹചര്യങ്ങളൊക്കെയുള്ള വ്യക്തികളാണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ ഒരു തലത്തിലേക്ക് സാഹചര്യങ്ങൾ മാറുന്നതാണ്. നിങ്ങൾ ഈശ്വരാനുഗ്രഹമുള്ള വ്യക്തികളാണ്, ഭാഗ്യമുള്ള വ്യക്തികളാണ്. അതിനാൽ തന്നെ നിങ്ങളുടെ പ്രശ്നങ്ങൾക്കൊക്കെ ഒരു പരിഹാരം തീർച്ചയായിട്ടും കിട്ടും. താഴ്ന്നു കിടക്കുന്നിടത്തു നിന്നും ഈശ്വരൻ നിങ്ങളെ കൈപിടിച്ചുയർത്തും എന്ന് തന്നെ വിശ്വസിക്കുക. അപ്പോൾ എപ്പോഴും പോസിറ്റീവായിട്ടിരിക്കാനായിട്ട് ശ്രമിക്കുക. നിങ്ങൾ വിശ്വസിക്കുന്ന ആ ഒരു ശക്തിയെ ഏതൊരു സാഹചര്യത്തിലും മുറുകെ പിടിക്കുക. അപ്പോൾ നിങ്ങൾക്കുള്ള പ്രപഞ്ചശക്തിയുടെ ഇന്നത്തെ ആ ഒരു സന്ദേശം ഇതായിരുന്നു. അപ്പോൾ ഈ ഒരു റീഡിങ്ങിൽ നിന്നും നിങ്ങളുമായിട്ടും നിങ്ങളുടെ ജീവിത സാഹചര്യങ്ങളുമായിട്ടൊക്കെ നിങ്ങൾക്ക് എന്താണോ പോസിറ്റീവായിട്ട് തോന്നുന്നത് അതിനെ മാത്രം എടുക്കാനായിട്ട് ശ്രമിക്കുക. അല്ലാത്ത കാര്യങ്ങൾ വിട്ടുകളയുക. നിങ്ങൾ വിശ്വസിക്കുന്ന ആ ഒരു ശക്തിയുടെ അനുഗ്രഹം എല്ലായ്പ്പോഴും നിങ്ങളോടൊപ്പവും നിങ്ങളുടെ കുടുംബത്തോടൊപ്പവും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വീണ്ടും പുതിയൊരു വീഡിയോയിലൂടെ കാണാം.